പഠിക്കും. രാവിലെ നമ്മുടെ 5 മണിയുടെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. അന്ന് പറഞ്ഞല്ലോ 50 താഴെ റാങ്ക് കിട്ടുന്നവരുടെ വീടുകളിൽ വന്ന് നമ്മൾ ഇന്റർവ്യൂ എടുക്കുമെന്ന് ലൈവുകളിലൊക്കെ പറയുമ്പോൾ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ആശ ബിനീഷ്. ഇന്ന് ഞാനുള്ളത് നമ്മുടെ LPSC റാങ്ക് ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോൾ തൊട്ട് പിറ്റേ ദിവസം ഞാൻ എൻ്റെ റാങ്ക് ഹോൾഡേഴ്സിനെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. പത്തനംതിട്ട ജില്ലയിലെ 13ാമത്തെ റാങ്കുകാരി സിസിയുടെ സ്വന്തം സ്റ്റെഫിയുടെ വീട്ടിലാണ്. വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. താങ്ക് യു. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു മൊമെൻറ്റ്? വളരെ സന്തോഷം. പ്രതീക്ഷിച്ചിരുന്നോ ഇത്രയും നല്ലൊരു റാങ്ക്? ഇത്രയും നല്ല റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. റാങ്ക് ലിസ്റ്റ് വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം 13 ഇന്നലെ കണ്ടപ്പോൾ എന്താ തോന്നിയേ? വളരെ സന്തോഷം. ഞെട്ടിയോ? 13 ആ നമ്പർ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 13 ജൂൺ 13. അതും കൂടെ കണ്ടപ്പോൾ വളരെ സന്തോഷം. ജൂൺ 1 ആയിരുന്നെങ്കിൽ ആ ഒരു 1ാം റാങ്ക് പോകുന്നതിന്. ഇനിയും എന്താണ് പഠിച്ചത്? ഫാമിലി ആരാണ് ഒക്കെ ഒന്ന് പറയാമോ? പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. ബിടെക് എംടെക്കും ഉണ്ട്. ഫാമിലി ഹസ്ബൻഡ്, മോന്, 2 മോളുമാർ, ട്വിൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെയുണ്ട്. 2 ചെറിയ വാവകൾ. അവരിപ്പോൾ പഠിക്കുന്നത് 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 2ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്നു. എംടെക് ബിരുദധാരിയാണ്. എംടെക് കഴിഞ്ഞിട്ട് TTCക്ക് പോയി അല്ലേ? എന്തുകൊണ്ടാണ് എംടെക് കഴിഞ്ഞ് TTCക്ക് പോയത്? കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ പിന്നെ ജോലി ചെയ്യുമായിരുന്നു, കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. ഓക്കെ. കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ പിന്നെ കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ പറ്റുന്നൊരു പ്രൊഫഷൻ ടീച്ചിങ് ആണെന്ന് മനസ്സിലായി. പിന്നെ TTC പഠിച്ചു. അങ്ങനെ. അപ്പോൾ TTC പഠിച്ചത് റീസെൻ്റ്ലി അല്ലേ പഠിച്ചത്? 2020-22 ബാച്ച്. 2022 പഠിച്ചു. 2022 ആ ബാച്ചിൽ ചെന്നപ്പോൾ കുറേ നാളൊരു കോളേജ് ജീവിതം, കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് അല്ലേ വർക്ക് ചെയ്ത ശേഷം ഇങ്ങോട്ട് വന്നപ്പം സ്വീറ്റ് സ്റ്റുഡൻ്റ് ആയപ്പോൾ എന്തോ തോന്നിയത്? വലിയ പഠിക്കുക എപ്പോഴും ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. എന്നാലും എല്ലാവരും നല്ല സഹകരണമായിരുന്നു. അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും കൂടെ ഉള്ള സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നല്ല സഹകരണം ആയതുകൊണ്ട് കുഴപ്പമില്ലാതെ. ഇനി ഈ 13ാം റാങ്കിലേക്ക് എത്തപ്പെട്ട ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതെന്തായിരുന്നു? കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കേട്ടിട്ട് പാസ്സാവണം എന്ന് വെച്ചു. കാരണം നമുക്ക് ഏജ് ലാസ്റ്റ് ആവാറായല്ലോ. അങ്ങനെ വന്നപ്പോൾ കേട്ടിട്ട് അന്നേരം തന്നെ ക്ലിയർ ചെയ്യണമെന്നുള്ളപ്പം നോക്കിയപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ക്ലാസ്സുകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജോയിൻ ചെയ്തു കേറ്ററ്റിനും. അങ്ങനെ പഠിച്ചു. ഫസ്റ്റ് ചാൻസിൽ തന്നെ കേറ്ററ്റ് 1ഉം 2ഉം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് വന്ന് DLED ആണ് അന്ന്. TTC അല്ല, DLED കഴിഞ്ഞ ഉടനെ പിന്നെ നമുക്ക് അവിടെ അടുത്ത ലക്ഷ്യം LP-UP. അന്നേ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ജോയിൻ ചെയ്തു. ഓരോ ദിവസവും തരുന്ന കാര്യങ്ങൾ ഓടിയെത്താൻ പറ്റത്തില്ലെങ്കിലും മാക്സിമം എത്താൻ നോക്കി. അങ്ങനെ 2 കൊല്ലം കുത്തിയിരുന്ന് പഠിച്ചു. ബാച്ച് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. 22 ജൂൺ തൊട്ടേ ജോയിൻ ചെയ്തു. 22 ജൂൺ തൊട്ടേ നേരത്തെ പഠിച്ചു തുടങ്ങി. 23 പരീക്ഷ നമുക്കുണ്ടായി. 24 പരീക്ഷയാണ്. അപ്പൊ അത് നേരത്തെ പഠിച്ചത് എന്തായാലും കാര്യമായി. നേരത്തെ പഠിച്ചത് കാര്യം. ഏത് സബ്ജക്റ്റ്? അതായത് നമ്മളിപ്പം ഈസി ആയിരുന്നു ബ്രാഞ്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം മാത്സും സയൻസും ഒക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഹിസ്റ്ററി കുഴപ്പമില്ലായിരുന്നു. സയൻസ് പഠിച്ചെടുക്കേണ്ട വന്നു. മാത്തമാറ്റിക്സ് എനിക്ക് ബയോളജി ആയിരുന്നു പ്രയാസം. അല്ല, സയൻസ് എന്നാലും കുറച്ച് പഠിക്കും. എന്നാലും വായിച്ചാൽ മനസ്സിലാവുമെങ്കിലും എനിക്കങ്ങനെ അറിയത്തില്ല. മാത്സ് ആണ് എനിക്ക് ഇഷ്ടം. അത് കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഇച്ചിരി പാടാ. ബയോളജി പ്രയാസമായിരിക്കും. ഫിസിക്സും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഹിസ്റ്ററി പാടാ. കാരണം ഹിസ്റ്ററി എത്രയോ വർഷമായി തോന്നില്ലേ? +2 എന്തായിരുന്നു? കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പം എനിക്കത് 10ാം ക്ലാസ്സിൽ നിർത്തിയതാണ്. എന്നിട്ടിത് ഈ ഹിസ്റ്ററിയുടെ വർഷമൊക്കെ എങ്ങനെ ഓർത്തിരുന്നു? നമ്മുടെ 5 തൊട്ടുള്ള പാഠപുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളത് ആ ഒരു ടെക്സ്റ്റ് റാങ്ക് ഫയൽ പോലെ ഒരെണ്ണം മേടിച്ച് അതിങ്ങനെ തുടരെ പഠിച്ച് ഓരോന്നും കഴിയും തോറും പഠിച്ചത് മറന്നു പോകുന്നു. പിന്നെയും ആദ്യം തൊട്ട് പഠിക്കുന്നു. പഠിച്ച് കഴിയും തോറും ഒന്നും ഇല്ലാത്തൊരു ഫീലിംഗ് വരുന്നു. ഒന്നും പഠിച്ചിട്ടില്ലെന്ന് തോന്നൽ വരുന്നു. പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കുമായിരുന്നു. നോട്ട് എഴുതുന്ന ശീലമുണ്ട്. എഴുത്തെനിക്ക് ഇച്ചിരി ഇഷ്ടമുള്ള നോട്ട് എഴുത്ത്. എനിക്കിങ്ങനെ കേട്ട് പഠിക്കുന്നതിലും കൂടുതൽ പുസ്തകം കാണുകയും വേണം, കൂടെ എഴുതുകയും ചെയ്യുന്നതാണ് ഒരു സമാധാനമുള്ളത്. നമ്മുടെ എഴുതി പോവാന്നുള്ളതാണ് ഒരു ഇത്. ആ നോട്ടൊക്കെ പരീക്ഷയുടെ അവസാനം വരെ വെച്ചിരുന്നോ? അവസാനം വരെ നമുക്ക് ആ ഒരു 5 തൊട്ടുള്ള പാഠഭാഗങ്ങൾ അടങ്ങിയ ഒരു റാങ്ക് ഫയൽ കിട്ടും. അതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചത്. അതിനകത്താണ് പിന്നെ അവസാനം നോട്ട് എഴുതാനൊന്നും സമയമൊന്നും ഇല്ലാതെ വരുമ്പോൾ ഇതിനകത്തോട്ട് അങ്ങ് സൈഡിൽ കിട്ടുന്ന ഓരോ ക്ലാസ് കാണുമ്പോൾ ഇതിന്റെ സൈഡിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് പോവുക.
പരീക്ഷ എഴുതാനൊക്കെ സമയമുണ്ടായിരുന്നു? മോഡൽ എക്സാംസും അങ്ങനെയൊക്കെ എഴുതും? മോഡൽ എക്സാമുകളാണ് ദിവസം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്ന ആ ഓൺലൈൻ അന്ന് തന്നെ എഴുതണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറിയ ചെറിയ മാർക്കിനുള്ള പരീക്ഷകൾ കുഴപ്പമില്ല. ഈ 1.5 മണിക്കൂറിൻ്റെ 100 മാർക്കിൻ്റെ പരീക്ഷ 1.5 മണിക്കൂർ ഇരുന്ന് എഴുതാൻ നമുക്ക് സമയം കിട്ടാറില്ല. അത് മിക്കവാറും പകുതിക്ക് വെച്ച് കട്ടാവും. എന്നാലും സാരമില്ല, എഴുതാൻ ശ്രമിക്കും. പരീക്ഷ എഴുതും. മാർക്ക് കുറഞ്ഞാലും സാരം. നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ എത്രാമത്തെ റാങ്ക് ആയിരുന്നു വന്നത്? ഒരിക്കലൊരു 2nd റാങ്ക് വന്നു. അന്ന് സൂക്ഷം മിസ് ലൈവ് വന്ന് പേര് വിളിക്കുകയും ചെയ്തായിരുന്നു. ഒരു എപ്പോഴും പുറയിലായിരുന്നു. ആ ഒരു പരീക്ഷയ്ക്ക് എനിക്ക് എന്തോ ഒന്ന് സമയം കിട്ടിയെന്ന് തോന്നുന്നു ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു വട്ടം ലൈവ് വന്ന് എൻ്റെ പേരെടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ. അപ്പം ഈ വേറെ പത്തനംതിട്ട ജില്ലയിലെ എക്സാം എഴുതുന്ന സാധാരണ എല്ലാവരും പറയും പത്തനംതിട്ട വെക്കണ്ട അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? അങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടില്ല. കാരണം നമ്മൾ പത്തനംതിട്ട ജില്ല ആയതുകൊണ്ട് പത്തനംതിട്ടയിൽ തന്നെ എന്തായാലും ജോലി വേണം എന്ന് നിർബന്ധമായിരുന്നു. ഇവിടെ അല്ലേ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ കിട്ടി. ദൂരെ വേറെ ജില്ലകളാണെങ്കിൽ പാടല്ലേന്ന്, കുഞ്ഞുങ്ങളുമായിട്ട് പാടല്ലേന്ന് വിചാരിച്ച് പത്തനംതിട്ട ജില്ല തന്നെ വെച്ചു. ഇനി ഈ പരീക്ഷകൾ എഴുതി പഠിച്ചു, പക്ഷേ ഒരു PSC എക്സാമിന് ഒരു ലാസ്റ്റ് ചാൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ എത്ര കോൺഫിഡൻസ് ആയിരുന്നു? ഇത് കിട്ടുമോ? അതോ പലപ്പോഴും PSCയെ പറ്റി പറയുമ്പോൾ ഭയങ്കര ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്ര കോൺഫിഡൻസ് ആയിട്ടായിരുന്നു ഇതിനെ ഒന്ന് സമീപിച്ചത്? PSC ഞാൻ പണ്ട് മുതലേ എഴുതുന്നതാണ്. എൻ്റെ പപ്പയും മമ്മിയും ഗവൺമെൻറ് ജോലിക്കാരാണ്. അന്ന് മുതലേ PSC ആഗ്രഹമാണ്. പണ്ട് തൊട്ടേ എഴുതും, കിട്ടിയിട്ടില്ല എഴുതാം. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ഒരു പഠനം നടന്നിട്ടില്ല. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ആ ഗ്യാപ്പിൽ കുറച്ച് പഠിക്കും. പിന്നെ ബിടെക് കഴിഞ്ഞു, അതിൻ്റെ ഗ്യാപ്പിൽ ഓരോ പരീക്ഷ വരുമ്പോൾ കുറച്ചൊന്ന് പഠിക്കുമെന്നല്ലാതെ കണ്ടിന്യൂസ് പഠിച്ചിട്ടില്ല. അപ്പം എല്ലാം കട്ട് ഓഫിൻ്റെ അടുത്ത് വന്ന് എപ്പോഴും. ഒരു പ്രിലിംസ് കിട്ടിയിട്ടുണ്ട് പണ്ട്, ഒരു 10th പ്രിലിംസ് ആക്കിയ സമയത്ത് അന്നൊന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങോട്ട് ഇതിലാണ് ആദ്യത്തെ റാങ്ക്. ഇങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് പഠിച്ച് എഴുതിയ ആദ്യത്തെ പരീക്ഷ. ബാക്കി എല്ലാ പരീക്ഷ അടുക്കുന്ന സമയത്തൊന്നും പഠിക്കും, പിന്നെയും ടച്ച് വിടും, പിന്നെ അടുത്ത പരീക്ഷ ആവുമ്പോൾ പിന്നെയും പൊടി തട്ടി എടുക്കും. അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പോൾ ഇത് പരീക്ഷ എഴുതിയപ്പോൾ കോൺഫിഡൻ്റ് ആയിരുന്നു? എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ ഒരു ധാരണയുണ്ട്? എഴുതാൻ പോയപ്പോൾ നല്ല ടെൻഷനുണ്ട്. എഴുതിയപ്പോൾ എന്തോ ദൈവം സഹായിച്ച് നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ദൈവത്തിൽ അർപ്പിച്ചങ്ങ് ചെയ്യുമായിരുന്നു. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ. എത്ര മണിക്കൂറൊക്കെ ഏകദേശം പഠിക്കുമായിരുന്നു? പഠനം കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് രാവിലെയാണ് ഞാൻ എഴുന്നേക്കുന്നത്. 2 മണി മുതൽ ഒരു 7 മണി വരെ സമയം കിട്ടും. രാവിലെ നമ്മുടെ 5 മണിയുടെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. രാവിലെ എണീക്കാത്തവരെല്ലാം കാരണം അതിന് മുന്നമേ ഞാൻ എഴുന്നേറ്റ് കുറേ പഠിച്ചു വയ്ക്കും. കാരണം കുഞ്ഞുങ്ങൾ രാത്രി താമസിച്ച് ഉറങ്ങുന്നുണ്ട്, രാവിലെ കിടന്നുറങ്ങിക്കോളും. അതുകൊണ്ട് രാവിലെ അവരുടെ ശല്യമില്ല. ഞാനും കുഞ്ഞുങ്ങളും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ 2 മണിക്ക് എഴുന്നേറ്റ് ഒരു 7-7:30 വരെ സമയം കിട്ടും. അത് കഴിഞ്ഞ് അടുക്കള കയറി ചെയ്ത് ഒരുങ്ങി പോയാൽ മതിയല്ലോ സ്കൂളിൽ. 2 തൊട്ട് ഒരു 7-7:30 വരെ ശാന്തമായി സമയം കിട്ടും. ശാന്തമായിട്ട് കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. വൈകുന്നേരം ഒന്നും നോക്കാൻ പറ്റില്ല. വൈകുന്നേരം നടക്കും കുറച്ച് നേരം. പിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ ഹോംവർക്ക് എഴുതിപ്പിക്കണം, കുറച്ച് നടക്കും. എന്നാലും ഫുൾ ടൈം. അപ്പോൾ ഒരു എത്ര നാൾ ഇപ്പോൾ ഈ 1 വർഷം 1.5 വർഷം പഠിച്ചു എന്ന് പറഞ്ഞാലും ഒരു ടോട്ടൽ ഒരു കോൺട്രിബ്യൂഷൻ പറയുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് 2023 ജൂലൈക്ക് ശേഷമാണ് കാര്യമായിട്ട് ഇതിനകത്ത് ഇറങ്ങി തിരിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും ഈ 2 മണിക്കൂർ എല്ലാ ദിവസവും അങ്ങനെ രാവിലെ എഴുന്നേക്കാൻ പറ്റത്തില്ല. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആ ഓരോ day 1 day 2 എന്നും പറഞ്ഞ് ഇട്ട് തരും ടൈം ടേബിൾ. അത് തീർക്കാനാണ് നമ്മുടെ ലക്ഷ്യം. കാരണം നമുക്ക് ടൈം ടേബിൾ കൃത്യമായിട്ട് ഇട്ട് തരുമ്പോൾ അതനുസരിച്ച് അങ്ങ് പോയാൽ നല്ലതാന്നുള്ളൊരു വിശ്വാസത്തിൽ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഭയങ്കര നല്ലതാണ്. നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ പലയിടത്തുനിന്ന് എടുത്തിടാൻ പറ്റാത്ത സ്ഥിതിക്ക് അങ്ങനെ ഒരെണ്ണം ഇട്ട് തരുമ്പോൾ നമ്മൾ ആ ഒരു രീതിക്ക് ഓടാൻ ശ്രമിക്കും. എത്താറില്ല ചിലപ്പം, എന്നാലും റിപ്പീറ്റ് പിന്നെയും day 1 തൊട്ട് നമ്മളൊരു ബാച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ പെൻഡിങ് പോർഷനൊക്കെ തീർക്കാറുണ്ട് ശ്രമിക്കാറുണ്ട്. പരീക്ഷകളായിരുന്നു ഏറ്റവും എഫക്റ്റീവ്. ഇങ്ങനെ നമുക്ക് അന്നേരം മാർക്ക് കാണാം. അതൊക്കെ ഭയങ്കര ഗുണകരമായിരുന്നു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഓവറോൾ ഒരു റാങ്ക് നേടാൻ വേണ്ടി ഒരു കുട്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പം താങ്കൾക്കൊരു സ്റ്റഡി സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതിലൊരു 5 പോയിന്റ് പറയുകയാണെങ്കിൽ ഒരു ഓവറോൾ റാങ്ക് നേടാൻ സഹായിച്ച ഒരു 5 ഫാക്ട്സ് പറയുകയാണെങ്കിൽ എന്ത് പറയാൻ സാധിക്കും? എങ്ങനെ ഒരു വിദ്യാർത്ഥി പഠിക്കണം? സ്ഥിരമായി പഠിക്കുക. നമ്മൾ ഇടയ്ക്ക് വെച്ച് നമുക്ക് കളഞ്ഞിട്ട് പോരാനൊക്കെ തോന്നും. നമ്മൾ പഠിച്ചെല്ലാം മറന്നു പോകുന്നതായിട്ട് തോന്നും. പഴയതിലോട്ട് നോക്കുമ്പോൾ ഒന്നും ഓർമ്മയില്ലാത്ത പോലെ തോന്നും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, പിന്നെ ഈശ്വരൻ പ്രതിഫലം തരും. കൺസിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ റിവിഷൻ ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യണം. കാരണം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പഴയതെല്ലാം മറന്ന ഒരു ബ്ലാങ്ക് ഫീലിംഗ് വരും.
പരീക്ഷയുടെ അവസാനം വരെ വരും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അയ്യോ ഒന്നും ഓർമ്മയില്ലാത്ത പോലെ ഒരു ഫീലിംഗ് വരെ, എന്നാലും നമ്മൾ കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം എഴുതണ്ടായോ? എക്സാമ്പിൾ എഴുതി ശീലിക്കണം, എന്നാലും നമുക്ക് ആ ടൈം അനുസരിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. മാത്സ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ ചെയ്തു തന്നെ പഠിച്ച് ശീലിക്കണം, ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. മാത്തമാറ്റിക്സ് നല്ല സ്പീഡ് ചെയ്ത് തന്നെ പഠിക്കണം. റാങ്ക് ഹോൾഡേഴ്സിന് കൊടുക്കാൻ പറ്റുന്നത്, അപ്പോൾ നമ്മളിപ്പം പഠിച്ച് നമുക്കൊരു വിധം റാങ്കൊക്കെ കിട്ടി, സർവീസിലാവുമെന്ന് ഉറപ്പുമായി. അപ്പോൾ എന്താണ് അടുത്ത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് എൻ്റെ ടിപ്സ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്തൊക്കെ കൊടുക്കും? അതിയായൊരാഗ്രഹം നമുക്ക് വേണം. റാങ്ക് ലിസ്റ്റ് കടന്നേ പറ്റത്തോളം എന്നൊരു ആഗ്രഹം. പിന്നെ സ്ഥിരമായി പഠിക്കുക, ഇടയ്ക്ക് വെച്ച് നമുക്ക് മടുത്തു പോകരുത്. കണ്ടിന്യൂസ് പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഡെയിലി എല്ലാ വിഷയത്തിനും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പരീക്ഷകൾ എഴുതി ശീലിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷ. ഇമ്പോർട്ടൻ്റ്. നമ്മൾ തമ്മിലുള്ളൊരു ഇൻ്റർവ്യൂ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടോ? സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ആണ് ഇൻ്റർവ്യൂ നമ്മൾ യൂട്യൂബുകളിൽ കാണുമ്പോൾ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് ഒരു ഇൻ്റർവ്യൂ. അന്ന് പറഞ്ഞാൽ 50 താഴെ റാങ്ക് കിട്ടുന്നവരുടെ വീടുകളിൽ വന്ന് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുമെന്ന് ലൈവുകളിലൊക്കെ പറയുമ്പോൾ ഞാൻ ഒത്തിരി കൊതിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുവട് നമ്മൾ എഴുതി തയ്യാറാക്കിയത് എൻ്റെ റാങ്ക് ഒട്ടിച്ചിട്ടാണ് തുടങ്ങിയത്. ഒട്ടിച്ചു. അതിനകത്ത് 47 എൻ്റെ ആദ്യം ഒരു ആഗ്രഹം വന്നേ. 50 താഴെ 50 താഴെ മതി എന്നായിരുന്നു. 50 താഴെ 37 എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. 37 ഒരു പ്രത്യേകത, ഈ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എനിക്ക് 37 വയസ്സാണ്. അപ്പോൾ ഒരു ക്യാപ്ഷൻ കൊടുക്കാൻ 37ാമത്തെ വയസ്സിൽ 37 റാങ്ക്, അങ്ങനെയായിരുന്നു പഠിച്ചു തുടങ്ങിയപ്പോൾ. ആ ഒരു റാങ്ക് ആയിരുന്നു ലക്ഷ്യം വെച്ച്. തമ്പൊക്കെ യൂട്യൂബിന്റെ തമ്പൊക്കെ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ച് എന്നെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ആളാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അതിനോട്ട് അടുക്കുമ്പോഴാണ് നമുക്ക് അടുത്തടുത്ത് റാങ്കുകൾ വന്നാലേ പെട്ടെന്ന് ജോലി കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലായപ്പം കുറച്ചും കൂടെ നല്ല റാങ്ക് കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം. പിന്നെ അതിലോട്ട് കടന്നപ്പോഴാണ് എടുത്തത്. ആദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു. ഇപ്പം സ്റ്റെഫി വിചാരിക്കുന്നുണ്ട് ഒന്നാമത്തെ റാങ്ക് എനിക്ക് കിട്ടാതെ പോയതിന് എന്ത് ചില കാരണങ്ങളുണ്ടായിരിക്കും, അല്ലാതെ എനിക്ക് ഒന്നാമത്തെ റാങ്കിലേക്ക് എത്താൻ പറ്റുമെന്ന് അങ്ങനെ വിചാരിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു ഒന്നാം റാങ്കിലേക്ക് ഇനി വളരെ കുറച്ച് മാർക്കേ കാണത്തുള്ളൂ, വളരെ മൈന്യൂട്ട് മാർക്കുകൾ മാത്രമായിരിക്കും താങ്കളും ഒന്നാം റാങ്കുകാരും തമ്മിലുണ്ടാകുന്ന ഒരു മാർക്കുകൾ. ഒരു 5 മാർക്കിൽ താഴെയായിരിക്കും മാർക്ക്. അതിനെന്തായിരിക്കും പ്രശ്നം പറ്റിയത്? നമുക്കിതിന് പരീക്ഷ ഇൻ്റർവ്യൂ കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ റിട്ടേൺ ടെസ്റ്റിൽ എത്ര മാർക്കുണ്ട്? കറക്റ്റ് നമ്മൾ ഊഹം ഒരു ഏകദേശം 63, 66 ആ ഒരു റേഞ്ച് വരുമായിരിക്കും, നമുക്കറിയില്ല. 60 കൂടുതൽ കാണും വരും. ഇന്റർവ്യൂവിന് എങ്ങനെയാ നമ്മൾ നന്നായിട്ട് ഇന്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്? ഇന്റർവ്യൂവിന് ഞാൻ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എന്നോട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സ്കൂളുകളിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതുകൊണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അങ്ങനെ റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു ചോദിച്ചപ്പോൾ. ഇലക്ട്രോണിക്സ്, നമ്മുടെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് 8, 9 ഇപ്പം ക്ലാസ് നടക്കുന്നില്ല, അഡിനും ബോർഡിലൊക്കെ വെച്ചുള്ള ഉള്ളത്, അതിനെ പറ്റിയൊക്കെ അതൊക്കെ എനിക്ക് അറിയാവുന്ന അതെല്ലാം പറഞ്ഞു. മാർക്ക് അറിയത്തില്ല, എങ്ങനെയാ എന്താന്ന് അറിയില്ല എല്ലാം. പിന്നെ എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ ചോദിച്ചു ഇത്ര നാള്. പിന്നെ നമ്മുടെ ഉള്ള കാര്യം സാഹചര്യം പറഞ്ഞു നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള എഞ്ചിനീയർ. അപ്പൊ നമുക്ക് IT ആണല്ലോ ഇപ്പോഴത്തെ മെയിൻ കാര്യങ്ങൾ. അപ്പൊ അതിനെ പറ്റി എല്ലാം പറഞ്ഞു. അപ്പൊ അറിയില്ല മാർക്ക് എങ്ങനെയാന്ന് അറിയില്ല. അപ്പം ആ ഒരു മാർക്ക് വേരിയേഷൻ ആയിരിക്കാം ചിലപ്പോൾ, അറിയില്ല എങ്ങനെ മാർക്ക്. ഇപ്പൊ നമ്മൾ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ, വന്നില്ലല്ലോ മാർക്ക്. വന്നില്ലാത്തത് കൊണ്ടാണ്. ഇനി ഒരു നെഗറ്റീവ് അറിയാൻ പറ്റത്തില്ല. നമ്മൾ എഴുതിയെന്ന് വിചാരിച്ചാലും ചില മാർക്ക് ക്വസ്റ്റ്യൻ കട്ട് ചെയ്തല്ലോ, വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ശരിയാക്കിയതായിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് പോയത്, അങ്ങനെ അറിയില്ല. ഓക്കെ, ഇനി ടോട്ടലി ഓവറോൾ ഇന്ന് ഈ ഒരു മൊമെന്റിൽ, ഇന്നലെ ഈ റിസൾട്ട് അറിഞ്ഞ ആ ഒരു മൊമെന്റ് തൊട്ട് ഒരു ടാർഗറ്റ് ഫിക്സ് ആയി അല്ലേ? ഒരു റാങ്ക്, ഒരു സ്വപ്നം കണ്ടു, ഒരു ഗവൺമെന്റ് സർവീസ് കയറുക, അത് എടുക്കുക. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താ സ്വപ്നം കാണുന്നത്? ഇനി നല്ലൊരു അധ്യാപികയായിട്ട് എത്തണം. നല്ലൊരു കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരു റോൾ മോഡൽ ഉണ്ടല്ലോ നമ്മുടെ. ഞാൻ എപ്പോഴും മാത്സ് ഇഷ്ടപ്പെടുന്നത് എന്നെ മാത്സ് പഠിപ്പിച്ച അധ്യാപകരെ ഞാൻ എന്നും ഓർക്കും. അതേപോലെ കുഞ്ഞുങ്ങളെ ഓർത്തിരിക്കണം. ഒരുപാട് പേർക്ക് കണക്ക് പേടിയില്ലാതെ കണക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് നല്ലൊരു കണക്ക് ടീച്ചറിനെ CC സംഭാവന ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി ശരിക്കും ഓൺലൈൻ ക്ലാസ് ഉപകാരപ്പെട്ടു. നമുക്കിപ്പം കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകാൻ നടക്കുന്ന സാധ്യമേ അല്ല. അപ്പം ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് ഉള്ളത് തന്നെ ഇങ്ങനെയുള്ളവർക്ക്, ഞങ്ങളെപ്പോലുള്ളവർക്ക് വളരെ ഉപകാരമാണ്. വീട്ടിലിരുന്ന് നമുക്ക് പഠിക്കാമല്ലോ ഏത് സാഹചര്യം. ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡും കൂടെ ഉള്ളത് വളരെ ഉപകാരം. കാരണം ലൈവിലൊന്നും നമുക്ക് കയറാൻ സാധിക്കത്തില്ല. ഇല്ല, നമുക്ക് ഇച്ചിരി നേരം കയറിയാലും കംപ്ലീറ്റ് ലൈവ് ഒരിക്കലും നടക്കത്തില്ല. അപ്പം നമുക്ക് റെക്കോർഡ് ക്ലാസ് ആണ്
ഏറ്റവും ഏറ്റവും ഉപകാരം. നമുക്ക് ആവശ്യമുള്ളത് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷൻ തന്നതുകൊണ്ട് അതിലും ഉപകാരം. നമുക്ക് ആവശ്യങ്ങൾ എന്നാലും ഞാൻ ഫുള്ള് കേൾക്കുമായിരുന്നു. 2x ഇട്ടായാലും നമുക്ക് വേണ്ടുന്നിടത്ത് പോസ് ചെയ്യാമല്ലോ. അറിയാവുന്ന കണക്കുകളായാലും ക്ലാസ്സുകളെല്ലാം കേൾക്കുമായിരുന്നു. എല്ലാ ക്ലാസ്സുകളും സ്പീഡിലിട്ടാണെങ്കിലും നമ്മളെല്ലാം കേൾക്കുമായിരുന്നു. ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു. ആ ഓപ്ഷൻ ഞാൻ ഓർക്കുന്നു, DLED പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാട്സപ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. ഞാൻ അത് തന്നെ വളരെ ഉപകാരം. അത്രയ്ക്ക് സമയമില്ല. കാരണം 3 കുട്ടികളുടെ അമ്മയാണ്. അത് ചെറുത് 2 പേര് ട്വിൻസാണ്. അത്യാവശ്യം നല്ലതായിട്ട് എല്ലാ പണികളും ജോലിയും വീട്ടുഭരണവും ഒക്കെ ആയിട്ട് നടക്കുന്ന ഹറിബറി അമ്മയായിട്ട്, എന്നിട്ട് പോലും ആദ്യത്തെ സഹായം ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളായാലും ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ട്. ഞാൻ എല്ലാ പരീക്ഷ എഴുതും. PSC ഒന്നും വിടത്തില്ല. എനിക്ക് എഴുതാൻ പറ്റുന്ന ഒത്തിരി പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് PSC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമുക്കൊരു പേടിയില്ലായിരുന്നു. എഴുതി ശീലിച്ചോണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിലും ശരിക്കും പരീക്ഷകൾ എല്ലാ പരീക്ഷകൾക്കും കൊണ്ടുപോകും. പണ്ട് പപ്പയും മമ്മിയും ഉള്ളപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ അവിടെ കല്യാണം കഴിച്ചതിന് ശേഷം ഹസ്ബൻഡ് എല്ലാ പരീക്ഷകൾക്കും ഒന്നുപോലെ ഞാൻ എഴുതണ്ടെന്ന് ഞാനൊന്നും പഠിച്ചിട്ടില്ല, എഴുതണ്ടെന്ന് പറഞ്ഞാലും പോവാന്ന് പറഞ്ഞ് എല്ലാത്തിനും അറ്റൻഡ് ചെയ്ത് എല്ലാത്തിനും ഒരിക്കൽ പോലും എഴുതണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും ഹസ്ബൻഡിനും പപ്പയും മമ്മിയും, ഇവിടുത്തെ പപ്പയും മമ്മിയെ, പിന്നെ എൻ്റെ വീട്ടിലെ കുണ്ടറ പപ്പയും മമ്മിയും. പപ്പയാണിങ്ങനെ ഒരു TTC DLED 33 വയസ്സിൽ നമുക്ക് DLED അപേക്ഷിക്കാൻ ഒക്കത്തുള്ളൂ, ലാസ്റ്റ് ഏജ്. ഞാനിങ്ങനെ ജോലിക്ക് പോകാതെ ഇവിടെ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളായിട്ട് നിൽക്കുമ്പോൾ പപ്പ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, പത്രത്തിൽ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട്, ഈ വർഷം നമുക്ക് ലാസ്റ്റ് പറ്റത്തുള്ളൂ, ഒന്ന് അയക്കുന്നെങ്കിൽ DLED പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ലാസ്റ്റ് ചാൻസ്, ഇനി പറ്റത്തില്ല, ആലോചിച്ച് ചെയ്യാൻ പറഞ്ഞു. ഹസ്ബൻഡ് വിട്ടു, പഠിച്ചു, എന്തായാലും ജോലിയാവുന്നു. ദൈവം സഹായിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്, ബ്രദറുണ്ട്. എല്ലാ സഹായത്തിനും. പരീക്ഷയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കൂടെ കൊണ്ട് കാറിൽ കൊണ്ടും കറക്കും. ഇയാൾ അവിടെ ഇരുന്ന് പഠിച്ചോന്ന് പറയും. അവിടെയുണ്ട് 2 കുഞ്ഞുങ്ങള്. ഞാൻ മിക്കവാറും അവിടെ പോകും. വെക്കേഷനൊക്കെ ആകുമ്പോൾ അങ്ങ് പോകും വീട്ടിൽ. കഴിഞ്ഞ വെക്കേഷൻ എന്ന് വന്നിട്ട് എപ്പോഴും ഇങ്ങനെ പുസ്തകം കൊണ്ട് നടക്കുന്നുണ്ട്. മമ്മി പറയും, പുസ്തകം മാറ്റി വെക്കുന്നില്ലല്ലോ. ഈ വെക്കേഷനാണ് ആദ്യമായി ഞാൻ പുസ്തകം മാറ്റി വെച്ചൊന്നിരുന്നത്. സമാധാനമായിട്ടല്ലേ? സമാധാനമായിട്ട്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു ജേണിയൊക്കെ ഇതേ പലർക്കും പ്രചോദനമാണ്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പോസ്റ്റിലേക്ക് എത്താൻ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് ദാണ്ട് രാത്രി പകലെന്നില്ലാതെ പഠിച്ചവരാണ് ഇവരൊക്കെ. അല്ലാതെ മടി പിടിച്ചിരുന്ന് ഞാനൊരു MTech ഹോൾഡറാണ്, എനിക്കിത് വളരെ എളുപ്പമുള്ള എക്സാമാണ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ നമുക്കറിയില്ലേ, രണ്ട് ഫീൽഡാണ്. നമ്മൾ 5 തൊട്ടുള്ള 10 വരെയുള്ള പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചു പറ്റും. അത് MTech പറഞ്ഞിട്ട് കാര്യമില്ല. വൺ വേർഡ് ക്വസ്റ്റ്യൻ. അതെ, നമ്മളറിയാത്ത, നമ്മളിപ്പോൾ ബിടെക്കിനും എംടെക്കിനും പഠിക്കുന്ന ഒരുപാട് പോർഷൻസ് അല്ല ഇവിടെ ചോദിക്കുന്നത്. പിന്നെ അതുകൊണ്ടുള്ള ഒരു ഗുണം, അവിടെ ഒത്തിരി പരീക്ഷകളുണ്ടായിരുന്നു ബിടെക്കിന്. ഇഷ്ടം പോലെ സബ്ജക്ട് പഠിച്ച് ശീലമുള്ളത് കൊണ്ട് അത് വളരെ ചെറിയ സമയത്ത് പഠിക്കാൻ പറ്റും അല്ലേ? കുറെ സെമസ്റ്ററുകളും സബ്ജക്റ്റുകളും ഉള്ളത് കൊണ്ട് പഠിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുന്നില്ല. ആ ഒരു ഗുണം എഞ്ചിനീയറിംഗിന് പോയതുകൊണ്ട്. അത് എഞ്ചിനീയറിംഗിന് മാത്രം കിട്ടുന്നൊരു ഗുണമായിരിക്കുമല്ലേ? ആസ് എ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണമാണ്. അപ്പോൾ ഇത് ഒരു വലിയ ഇൻസ്പിറേഷനായിട്ട് നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും പുതിയ ഒരുപാട് പേര് LPSC UPSC എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. CCയുടെ മിടുക്കികളുടെയും മിടുക്കന്മാരുടെയും കഥ, ജേണി ഞങ്ങൾ തുടങ്ങിയാണ്. CCയുടെ ജൈത്രയാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടികളുമായിട്ട് ഞങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ടാകാം. ഇനി സ്റ്റെഫി, വൈൻഡപ്പിനിപ്പുറം ഒന്ന് പറഞ്ഞേക്ക്, എന്താ ഒരു കൺക്ലൂഷൻ പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട്? റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇനി കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, ഈശ്വരൻ പ്രതിഫലം തരും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഒരു സമയം വരും. അതെ അല്ലേ? അപ്പം ഓരോരുത്തരും ഇങ്ങനെ തന്നെയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇനി ഈ പാത അങ്ങ് പിന്തുടർന്ന് മുന്നോട്ട് പോയാൽ മതി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.